Question കണ്ടല്ലോ. Let A equal to set 1, 2, 3, 4, 6, 8, 9, 18 be ordered by divisibility. Draw Hasse diagram of A ആണ് ചോദിച്ചേക്കുന്നത്. Hasse diagram ആണ് ഇവിടെ വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ആദ്യം ഇത് നമുക്ക് ഇവിടെ ഒരു റിലേഷൻ ഫൈൻഡ് ചെയ്യണം അല്ലേ. അവർ പറഞ്ഞേക്കുന്ന റിലേഷൻ ഡിവിസിബിലിറ്റിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ആദ്യം എലമെൻറ്റുകൾ എഴുതണം. അപ്പോൾ റിലേഷൻ എഴുതുന്നതിന് മുന്നേ എ ക്രോസ് പ്രോഡക്റ്റിൻ്റെ സബ്സെറ്റാണ് റിലേഷൻ. സോ ആദ്യം എ എഴുതണം, പിന്നെ റിലേഷൻ എഴുതണം. ആ ഒരു റിലേഷൻ പാർഷ്യലോടെ റിലേഷനാണെന്ന് പ്രൂവ് ചെയ്യണം. പാർഷ്യലോടെ റിലേഷനാണെന്ന് പ്രൂവ് ചെയ്യാൻ മീൻസ് റിഫ്ലക്സീവ്, ആൻറ്റി സിമെട്രി, ട്രാൻസിറ്റീവ് ഫോളോ ചെയ്യുന്നതെന്ന് പ്രൂവ് ചെയ്യണം. പാർഷ്യലോടെ റിലേഷനും ആ സെറ്റും കൂടി ചേർത്ത് പോസറ്റ് എന്ന് പറയും. പോസറ്റിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഹസെ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത്രയും കാര്യമാണ് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായി ഒരു എ ക്രോസ് എ ഒന്ന് എഴുതിയിട്ട് റിലേഷൻ എഴുതാം. അപ്പോൾ ജസ്റ്റ് ഡിവിസിബിലിറ്റി എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മളതൊന്ന് മൊത്തത്തിൽ ഡിഫൈൻ ചെയ്തെടുക്കുക റിലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു ഓർഡേഡ് പെയർ ആണല്ലോ റിലേഷനകത്തുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഡേഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ഡിവൈഡ്സ് ബി. എ ആണ് ഡിവൈഡ് ചെയ്യുന്നത്, എ ഡിവൈഡ്സ് ബി ആണ്. അതായത് നമ്മൾ ഫ്രാക്ഷനായിട്ട് എഴുതുമ്പോൾ എ ആണ് താഴെ വരിക അല്ലേ, എ ആണ് ബിയെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് തിരിഞ്ഞു പോകരുത്. എ ഡിവൈഡ്സ് ബി, ഇതാണ് സിമ്പൽ. അല്ലെങ്കിൽ ഒന്നുകിൽ ഈ സിമ്പൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഡി ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും കേട്ടോ, ഡിവിസിബിലിറ്റിയെ കാണിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെറ്റ് എ ഇവിടെ ഉണ്ട്. നമുക്ക് ആദ്യം എ ക്രോസ് എ എഴുതാം. എ ക്രോസ് എ എന്ന് പറയുമ്പോൾ ഇതെല്ലാം വെച്ചിട്ടുള്ള ഓർഡേഡ് പെയേഴ്സിൻ്റെ കളക്ഷനാണ്. സോ 1 വെച്ചിട്ട് ആദ്യമേ 1, 1, 1, 2 അങ്ങനെ എല്ലാം എഴുതിയിട്ട് 118 അല്ലേ. അടുത്ത 2 ഇതേപോലെ വന്നിട്ട് 2, 1, 2, 2 അങ്ങനെ 218. സോ അങ്ങനെ എല്ലാം ഇതുപോലെ എഴുതിയിട്ട് ലാസ്റ്റ് വരുന്നത് ആ ഒരു 18. അപ്പോൾ ഇതെല്ലാം ഒന്നും എഴുതാൻ നിൽക്കണ്ട. ലാസ്റ്റ് 1 18 അങ്ങനെ നമുക്ക് മൊത്തവും കിട്ടും എ ക്രോസ് എ. ദെൻ നെക്സ്റ്റ് ഇനി 6 ആണ് എഴുതേണ്ടത്. 6 എന്ന് പറയുമ്പോൾ ഈ ഒരു പെയറുകളിൽ നമ്മുടെ ഡിവിസിബിലിറ്റി ഫോളോ ചെയ്യുന്ന മെമ്പേഴ്സ് മാത്രമാണ് 6-നകത്ത് എഴുതുക അല്ലേ. അപ്പോൾ നമ്മൾ നോക്കിയാൽ മതി, എ ഡിവൈഡ്സ് ബി ആണ്. ദെൻ എ ബി എന്ന് പറയുന്നൊരു പെയർ 6-നകത്ത് ഉണ്ടായിരിക്കും. സോ 1 വെച്ചിട്ടുള്ള എല്ലാ പോയിന്റുകളും നമുക്ക് ഡിവൈഡ് ചെയ്യുമല്ലോ. അതായത് 1, 1, 1, 2, 180 എന്ന് പറയുമ്പോൾ ആ ഫസ്റ്റ് പോയിന്റ് എ ആണ് നമ്മൾ താഴെ വരിക. സോ 18/1 അങ്ങനെയൊക്കെയാണ് വരിക. പലരും കൺഫ്യൂഷൻ വരരുത്. സോ 1, 1 അത് വെച്ചിട്ടുള്ള അതെല്ലാം എഴുതണം കേട്ടോ. 118 അതെല്ലാം ഉണ്ട്. 2, 1 നമ്മുടെ റിലേഷനകത്ത് വരുമോ? 2, 1 അതായത് 2 ആണ് താഴെ വരുന്നത്. 1/2 ആണ്, അതൊരിക്കലും ഡിവൈഡ് ചെയ്യില്ല. സോ ആ പോയിന്റ് വരില്ല. 2, 2 വരും. അങ്ങനെയുള്ള എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് എഴുതുക ഫസ്റ്റ്. അതായത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ, 6-നകത്ത് ഇത്രയും എലമെൻറ്റുകൾ വരും. ഈ പറഞ്ഞ ഓർഡർ, ഈ പറഞ്ഞ ആ ഒരു റിലേഷൻ വെച്ചിട്ട് എഴുതുന്നതാണ്. നെക്സ്റ്റ് ഇനി നമുക്ക് ഇതൊരു പാർഷ്യൽ ഓർഡർ റിലേഷൻ ആണോ എന്ന് ഫൈൻഡ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു, പാർഷ്യൽ ഓർഡർ റിലേഷൻ ആണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണ്. റിഫ്ലെക്സീവ് എന്ന് പറയുമ്പോൾ എ ബിലോങ്സ് ടു ആർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 1, 1, 2, 2, 3, 3 ആ പോയിന്റുകളെല്ലാം നമ്മുടെ റിലേഷനകത്ത് വരുമല്ലോ. സോ റിഫ്ലെക്സീവ് കിട്ടും എന്ന് നമുക്ക് ജനറലായിട്ട് തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത് ജനറലായിട്ട് അങ്ങ് എഴുതിയാൽ മതി. നെക്സ്റ്റ് ആൻറ്റി സിമെട്രിക് ആണ്. ആൻറ്റി സിമെട്രിക് എന്ന് പറയുമ്പോൾ സിമെട്രി ആവരുത്. അതായത് ഒരു 1, 2 പോയിന്റ് നമ്മുടെ അതിനകത്ത് ഉണ്ടെങ്കിൽ, ആറിനകത്തുണ്ടെങ്കിൽ 2, 1 കാണരുത് അല്ലേ. ഡിവിസിബിലിറ്റി ആയതുകൊണ്ട് തന്നെ 1, 2 ഉണ്ടാവും എന്തായാലും അല്ലേ. 2/1 ഉണ്ട്, ബട്ട് ഈ 2/2 1 ഇല്ലല്ലോ. അതുപോലെ എല്ലാ പെയറുകളിലും ഈ ഒരു റിലേഷൻ കിട്ടും. സോ ആൻറ്റി സിമെട്രി കിട്ടും. ജനറലായിട്ട് അങ്ങ് എഴുതിയാൽ മതി. ഇനി തേർഡ് 1 എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവ് ഇതുപോലെ ഇത് രണ്ടും ഏകദേശം കിട്ടുമ്പോൾ ട്രാൻസിറ്റീവ് എല്ലാത്തിലും ഫോളോ ചെയ്തോളും. അപ്പോൾ അതും കിട്ടും. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എ ബി ഉണ്ടായിരിക്കും, ബി സിയും ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എ സി നമ്മുടെ ആറിനകത്ത് ഉണ്ടായിരിക്കണം. സോ ഇതൊരു പാസ്റ്റ് ഓർഡർ റിലേഷൻ ആണ്. അപ്പോൾ ഇനി ഹസെ ഡയഗ്രാം വരയ്ക്കണം. ഹസെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ റിഫ്ലക്ഷനും ഈ ട്രാൻസിറ്റീവും വരയ്ക്കാറില്ല അല്ലേ. അപ്പോൾ അത് രണ്ടും മാറ്റിയിട്ടുള്ള ആ ഒരു ഫിഗറാണ് വരച്ചെടുക്കേണ്ടത്. ഫിഗർ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. ഇവിടെ 1, ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 4, ഇവിടെ 8, ഇവിടെ 6, ഇവിടെ 18, ഇവിടെ 9. അതായത് നമ്മൾ ആ ഒരു പാത്ത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. 1 ഇതെല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യും. 1-ൽ നിന്ന് എല്ലാമായിട്ട് റിലേഷനുണ്ട്. 2 ആണെങ്കിൽ 2, 4 പറ്റും. പിന്നെ ഇത് 8 ആണ്, 8 പറ്റും. അങ്ങനെ. ഓക്കെ, ഫിക്സഡ് ഫിഗേഴ്സ് ആണ്. ഫിഗറുകൾ നോക്കി വെച്ചേക്കാം. അപ്പം ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് കോമൺ ആയിട്ട് എപ്പോഴും വരുന്ന 2 എണ്ണമാണ് സബ്സെറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പാർഷ്യൽ ഓർഡർ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൂടെ നോക്കിയേക്കുക.